3 തലമുറകൾ ഒരു പാരമ്പര്യം. ഇന്നത്തെ റെസിപ്പി ഇറച്ചിപ്പിടി. അപ്പം എങ്ങനെയാ ഒരുമിച്ച് കുക്ക് ചെയ്താലോ? അതിനായി ആദ്യം ഇറച്ചി കഴുകി വാരി ഉപ്പിട്ട് വേവിക്കണം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം മാവ് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് പിടിയാക്കി ആവി കയറ്റി വേവിക്കണം. ഇവിടെ ഞാൻ 1/4 കിലോ ഇടിയപ്പപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം എങ്ങനെയാ ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? ആദ്യം ഏകദേശം 25 ഉള്ളി അരച്ചത്, പിന്നെ 7 പച്ചമുളക് അരച്ചത്, 5 കഷ്ണം ഇഞ്ചി പേസ്റ്റ്, 1 തുടം വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ അരമുറി തേങ്ങയും 1 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് അരച്ചത്, 5 വലിയ തക്കാളി അരച്ചത്, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, പിന്നെ ഉപ്പിട്ട് വേവിച്ച് 1/2 കിലോ ഇറച്ചി. ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവേ. 4 വലിയ സവാള അരിഞ്ഞത്, പിന്നെ വേവിച്ച് വെച്ചേക്കുന്ന പിടി. അപ്പം ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പം ഇനി കുക്കിങ്ങിട്ട് കിടന്നാലോ? ആദ്യം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് എണ്ണ ഒഴിക്കണം, സൺഫ്ലവർ ഓയിൽ. എണ്ണ ചൂടായി വരണം. എണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇട്ട് വഴറ്റണം. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടണം. അങ്ങനെ ഇട്ട് ഒന്ന് വഴന്ന് പച്ചമണം മാറി ഏകദേശം വരുമ്പോഴേക്കും ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഒന്ന് നന്നായി വഴറ്റണം. പിന്നെ വഴന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ആ ഇഞ്ചിയുടെ പച്ചമണം ഉണ്ടല്ലോ, അത് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ എന്തിടണം? പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കണം. അതിനുശേഷം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റുക. പിന്നെ വീണ്ടും ഉള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം വഴറ്റണം. ഇങ്ങനെ വഴന്ന് ആവിയൊക്കെ വന്ന് ഒരു നിറം മാറും എന്ന് തോന്നുമ്പോഴേക്കും അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം വഴറ്റണം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് എടുത്ത് വഴന്ന് വരുമ്പോഴേക്കും ഒരു നിറവ്യത്യാസം കാണില്ല, ഒരു ബ്രൗണിഷ് കളറ്. അന്നേരം നല്ല മണമാട്ടോ വരുന്നത്, ഗ്രേവി പോലെ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ നല്ലോണം ഇട്ട് വഴറ്റണം. പിന്നെ മുളക് പൊടി ഇട്ട് വീണ്ടും അതുപോലെ തന്നെ വഴറ്റണം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് എന്ത് ചെയ്യണം? വഴറ്റണം. ഗരം മസാല ഇട്ട് വീണ്ടും വഴറ്റണം. വഴന്നൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും തേങ്ങയും കസ്കസും കൂടെ അരച്ചത് ചേർക്കണം. എന്നിട്ട് വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കണം. ഇങ്ങനെ വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും ഒരു ഗ്രേവി പേസ്റ്റ് ശരിക്കും ആവും. അന്നേരം ഉണ്ടാവുന്ന മണം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല മണം. ഗ്രേവിയുടെയൊക്കെ ആ ഓരോ ഫ്ലേവേഴ്സ് എടുത്തറിയാൻ പറ്റും. നല്ലോണം പാകമായി വരുമ്പോഴേക്കും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന പിടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു മണം ഉണ്ടല്ലോ, നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റില്ല, കാരണം അത്രയ്ക്ക് നല്ല ഫ്ലേവറാണ് വന്നെ. വീണ്ടും ബാക്കിയുള്ള മല്ലിയില ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാൻ വെക്കാം. തീർന്നു, റെസിപ്പി തീർന്നു. സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് 2 മിനിറ്റിന് ശേഷം എടുക്കുക. നമ്മുടെ റെസിപ്പി റെഡിയായി. നല്ല മണമുണ്ട്. ബാക്കി പറഞ്ഞുതരണ്ടല്ലോ, പ്ലേറ്റിലേക്ക് ഇട്ട് സെർവ് ചെയ്യുക. എന്നാൽ ഇതെൻ്റെ അമ്മയാട്ടോ ഉണ്ടാക്കിയേ, ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ മാത്രം. എൻ്റെ മോനെ, നല്ല ടേസ്റ്റ് അല്ലേ? ആ ഇറച്ചിപ്പിടി ഒരു പിടി പിടിക്കുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കിക്കേ. എന്നാ നല്ല ടേസ്റ്റ് ഇല്ലേ? അപ്പം ഇന്നത്തെ റെസിപ്പിയായ ഇറച്ചിപ്പടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി നല്ലതാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു, ബൈ.